നിയമപരമായി വിഷയങ്ങളെ നേരിടും. ഞാൻ ഇതിൻ്റെ ഭാഗമായി ഓരോ കാര്യത്തിനും പറയുന്നില്ല, നിയമപരമായ വിഷയങ്ങൾ നേരിടും. ആ പൊളിറ്റിക്സ് കൈവിടണമെങ്കിൽ ഞാൻ മരിക്കണം. അതെൻ്റെ പൊളിറ്റിക്സാണ്. സാധാരണ മനുഷ്യർക്ക് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പൊരുതും, പോരാടും, നിലപാടുകൾ നിർഭയം പറയും. ഏത് നിലയിലുള്ള അന്വേഷണം നടത്തട്ടെ. നിങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട്, 1, 2, 3, 4, 5. ഞാൻ അതിന് ഓരോന്നിനെയും പർട്ടിക്കുലർ കാര്യത്തിന് മറുപടി പറയില്ല. ഏത് അന്വേഷണം വേണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടക്കട്ടെ. ഏത് അന്വേഷണം വേണം നടക്കട്ടെ. തീർച്ചയായിട്ടും സേവനം നൽകി എന്ന് ബന്ധപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട്, നൽകിയവരും പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടിലൂടെയാണ് പണം വാങ്ങിയത്, ടാക്സ് അടച്ചിട്ടുണ്ട്. അല്ല, അതായിക്കോട്ടെ. നമുക്ക് നിയമപരമായിട്ട് ഇപ്പോൾ ഉള്ള വിഷയമാണല്ലോ, നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാം. അത് ഇപ്പോൾ പെട്ടെന്നാണ് വന്നിരിക്കുന്നത്. പെട്ടെന്നാണത് ഒരു വാർത്തയായി വന്നിട്ടുള്ളത്. ഒരു പുതിയ സംഭവം കിട്ടിയതുപോലെ. എൻ്റെ നോമിനേഷൻ പേപ്പർ നിങ്ങൾക്ക് പരിശോധിക്കാം. നോമിനേഷൻ പേപ്പറിൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയാവുന്ന ആളുടെ ഭാര്യ എന്നുള്ളതിൽ ഭാര്യയുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളായതുകൊണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാര്യ ആയതുകൊണ്ട്, അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ബിടെക് ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു ബിസിനസ് നടത്തരുത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയാണോ? അതിൽ മറ്റെന്തെങ്കിലും സ്വാധീനം, നമ്മുടെ ആരുടെയെങ്കിലും സ്വാധീനത്തിൻ്റെ, ഭരണ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കാം. അതല്ലാതെ ഒരു വ്യക്തി ഒരു ബിസിനസ് നടത്തുക, അവർ നല്ല ഹൈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നല്ല പൊസിഷനിൽ ജോലി ചെയ്തതാണ്. അവരുടെ പൊസിഷനിൽ ജോലി ചെയ്ത ആളുകളൊക്കെ ഇന്ന് ഏത് റാങ്കിലാണ് ജോലി ചെയ്യുന്നത് നിങ്ങൾ നോക്കണം. അങ്ങനെയുള്ള ഒരാളുകൾ ഇതുപോലെ കൺസൾട്ടൻസിയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫീസ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഞാൻ എൻ്റെ മറ്റ് ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അവരൊരു ഇൻഡിവിജ്വലാണ്. ഒരു ഭർത്താവ് എന്നുള്ളതിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വെറുതെ ഇരിക്കരുത്. നല്ല ബിസിനസ് പറ്റുന്നത് ചെയ്യണം എന്ന്, അതിനെല്ലാ പ്രോത്സാഹനവും നൽകും. പക്ഷേ അത് വ്യക്തിപരമായ നമ്മുടെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് അതിനുള്ള ശേഷിയും കഴിവും ഒക്കെ അവർക്കുണ്ട്. അവരാ നിലയിൽ ചെയ്യും. അത് അവർക്ക് ചെയ്യുന്നതിൽ ഒരു പ്രയാസമില്ല. ഓക്കെ. അല്ല, അത് ഇതിനകത്ത് നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങി, ആ കമ്പനിയുടെ പ്രവർത്തനം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലായി. എന്തായാലും അതൊരു ഒളിച്ചു വെച്ച കമ്പനിയാണെന്നൊരു പല പ്രചരണമുണ്ട്. ഒരു ഒളിച്ചു വെച്ചല്ല, നോമിനേഷനിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥാപനം തുടങ്ങി അത് വിജയകരമായി പോകുന്നുണ്ടെങ്കിൽ അത് തുടരാനും, ഇനി അത് വിജയകരമല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാനൊക്കെ ഉള്ള അവകാശം തീർച്ചയായിട്ടും സ്ഥാപനം നടത്തുന്നവർക്കുണ്ട്. ഇനി വിജയകരമായി പോകുന്നതും വേണോ വേണ്ടയോ അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്ക് പോകണമെന്നൊക്കെ ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വലാണ്. ആ ഇൻഡിവിജ്വലിന് തീർച്ചയായിട്ടും തീരുമാനിക്കും. അല്ല, അത് ഏത് പരിശോധന നടത്തി അതൊക്കെ വളരെ കൃത്യമാണ്. അതൊക്കെ എല്ലാം നിയമപരമായിട്ടാണ്. അത് എല്ലാ നിലയിലും പരിശോധിക്കാം. അല്ല, അതിൻ്റെ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഓരോ വശത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും അന്വേഷണം ഉണ്ടല്ലോ. എല്ലാ നിലയിലും ഇപ്പോൾ നിങ്ങളീ പറഞ്ഞ സ്ഥാപനത്തെക്കുറിച്ച് പരിശോധിച്ചോട്ടെ. ഞാനത് വളരെ കൃത്യമായി നോമിനേഷനിൽ എഴുതിയതാണ്. എല്ലാ പരിശോധനയും നടത്തി. ഞാനതിൻ്റെ ഓരോ 1, 2, 3, 4, 5ക്ക് മറുപടി പറയണം. എല്ലാം നിയമപരമായി ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. നിയമപരമായി നേരിടും. നിയമപരമായി വിഷയങ്ങളെ നേരിടും. ഞാൻ ഇതിൻ്റെ ഭാഗമായി ഓരോ കാര്യത്തിനും പറയുന്നില്ല, നിയമപരമായ വിഷയങ്ങളെ നേരിടും. അതൊക്കെ പരിശോധിച്ചോട്ടെ, അതൊക്കെ അന്വേഷിച്ചോട്ടെ. ആർക്കും അവിടെ പേടി? എന്ത് വേണം അന്വേഷിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യവും പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ സുഹൃത്താണ്, കുടുംബ സുഹൃത്താണ്. അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, നല്ല നിലയിലാണ് അവരായിട്ട് മുന്നോട്ട് പോകുന്നത്. ബിസിനസ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയും അങ്ങനെ പറഞ്ഞു വിടാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്ക്. അത് കൃത്യമായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉള്ള സ്ഥാപനം ഏതാന്നൊക്കെ പറഞ്ഞല്ലോ, സ്ഥാപനം ഏത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് അന്വേഷിച്ച് ഇ ഡി എന്ന് പുറത്ത് വരുന്നത് ഇ ഡിയുടെ ആര് നിങ്ങളോട് പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പറയേണ്ടത് പറഞ്ഞു. പറഞ്ഞു. ഓരോന്നിനും നിയമപരമായി കൈകാര്യം ചെയ്തോട്ടെ, അന്വേഷിച്ചോട്ടെ എന്ന്. ഏത് നിലയിൽ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. ഒരു നിയമപരമായി നേരിടാൻ തീരുമാനിച്ചൊരു വിഷയത്തിൽ
നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഇപ്പം ഞാൻ മറുപടി പറയുന്നില്ല. നിയമപരം ഏത് അന്വേഷണമാണ് നടക്കട്ടെ, ഒന്നും ഭയക്കാനില്ല. തെറ്റായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല, തെറ്റായിട്ട് ഒരു കാര്യവും ചെയ്യാതെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇ ഡിയെക്കുറിച്ച് പൊതുവേ നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങളുണ്ടാവും, നിങ്ങൾക്ക് പറയാനും ഒക്കെ മടിയും ഉണ്ടാവും, അഭിപ്രായം ഉണ്ടാവും. ഇ ഡി കേസുകളുടെ എണ്ണം, ഇ ഡി കേസുകളുടെ കൺവിക്ഷൻ റേറ്റ്, ഇ ഡി കേസുകൾ ഇപ്പോൾ ബി ജെ പിയുമായി ബന്ധപ്പെട്ട പല ഗൗരവമുള്ള കേസുകൾ അന്വേഷിക്കാത്ത പ്രശ്നം, ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും പലർക്കും ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചത്. നിയമപരമായി നേരിടും. മറ്റ് ഈ 1, 2, 3, 4 ചോദ്യത്തിന് ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങളത് ക്ലിയർ ചെയ്തല്ലോ. അതെ, ഞാൻ പറഞ്ഞല്ലോ, മാന്യമായി നിയമപരമായി ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ, അത് മന്ത്രിയായപ്പോഴോ എം എൽ എ ആയപ്പോഴുള്ള ബന്ധമല്ല, കോളേജ് കാലം മുതലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബന്ധങ്ങളുള്ളവർ, അവരെ ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ചോദ്യം ചെയ്ത് ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന രീതി ഉണ്ടാവുന്നു. അത് നമ്മളെയൊക്കെ ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആളുകളിൽ ചിന്തിക്കാനുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കുന്നു. അതിനെ രാഷ്ട്രീയമായി കാണുന്നു. എന്തുകൊണ്ട് കാണുന്നു? ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അതിനെ ശക്തമായി എതിർക്കുന്നതാണ്. അത് ഏതെങ്കിലും 1, 2 വിഷയത്തിലല്ല, ശക്തമായി എതിർക്കുന്നതാണ്. അത് ഏതൊക്കെ നിലയിൽ അറ്റാക്കായ എതിർപ്പിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എതിർത്ത് പോയിട്ട്, എൻ്റെ പൊളിറ്റിക്സാണ് അത്. ആ പൊളിറ്റിക്സ് കൈവിടണമെങ്കിൽ ഞാൻ മരിക്കണം. അതെൻ്റെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് ഞാൻ തുടരും. ആ പൊളിറ്റിക്സ് തുടരുന്നതിൻ്റെ ഭാഗമായി ഏത് നിലയിലുള്ള ഇത്തരം കാര്യങ്ങൾ വന്നാലും കൂറുമാറി ബി ജെ പിയിലേക്ക് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പോകുന്ന പോലെ പോവില്ല. തല അറക്കുന്നത് വരെ ഈ പാർട്ടിക്കകത്ത് സാധാരണ മനുഷ്യർക്ക് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പൊരുതും, പോരാടും, നിലപാടുകൾ നിർഭയം പറയും. അല്ല, ഇന്നലെ അത് പാർട്ടി ജില്ലാ സെക്രട്ടറിയൊക്കെ വ്യക്തമാക്കി. നല്ല ഗംഭീര പ്രതിഷേധ പ്രകടനം അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടല്ലോ. എവിടേക്ക് വേണം മാറിക്കോട്ടെ, അതിലൊന്നും പേടിച്ചു പോകുന്ന ആളുകളില്ല നമ്മൾ. എങ്ങോട്ട് വേണം ഫോക്കസ് മാറിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഒന്നും ഭയക്കാനില്ല, ഒരു കാര്യവും ഭയക്കാനില്ല. നിയമപരമായി നേരിടേണ്ട നിയമപരമായി നേരിടും. രാഷ്ട്രീയമായ നിലപാടുകൾ പറഞ്ഞു പോകും. അല്ല, അതിലൊന്നും കാര്യമില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. അത് നോമിനേഷനിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ ബിഗ് ടി വി അതിലൊരു പ്രത്യേക താല്പര്യം എടുത്തു എന്നുള്ളവരെ എനിക്കറിയാം. ഒരു പ്രത്യേക താല്പര്യം നമ്മുടെ ബിഗ് ടി വി എടുത്തു. നമ്മുടെ സാനിയ ഉൾപ്പെടെ അതിൽ പ്രത്യേക താല്പര്യം എടുത്ത വിവരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, ആ താല്പര്യങ്ങൾ നടക്കട്ടെ. അത് നോമിനേഷനിൽ വളരെ കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നോമിനേഷനിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ. അല്ല, അത് ഇനിയും വന്നോട്ടെ, എങ്ങനെ വേണം അതൊക്കെ അന്വേഷിച്ചോട്ടെ, ഏത് വേണം അന്വേഷിച്ചോട്ടെ. അതാ ഞാൻ പറഞ്ഞു, അത് എങ്ങനെ വേണം അന്വേഷിച്ചോട്ടെ. ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ അതിൻ്റെ മുകളിൽ എങ്ങനെ വേണം അന്വേഷിച്ചോട്ടെ. നിങ്ങൾ നിർത്തിയെന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല കേട്ടോ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പോവാം. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അതൊക്കെ നിങ്ങളൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ടല്ലോ, അതൊക്കെ അന്വേഷിച്ചോട്ടെ. ഇനി നിങ്ങളിൽ എന്തെങ്കിലും വിവരം ഉണ്ട്, അല്ല നിങ്ങളിൽ എന്തെങ്കിലും വിവരം, നിങ്ങളെ റിപ്പോർട്ടിംഗ് ഒന്ന് ഞാൻ കേട്ടു, സാനിയോൻ്റെ റിപ്പോർട്ടിംഗ് കേട്ടു. അപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിക്ക് കൊടുക്കൂ. അങ്ങനെ കൊടുത്ത് കൈകാര്യം ചെയ്തോ. നമുക്കൊന്നും പേടിക്കാനില്ല, ഒരു കാര്യം പേടിക്കാനില്ല. ഓക്കെ.